ഇവിടുന്നാണ് പെരുമ്പാമ്പിനെ റെസ്ക്യൂ ചെയ്തത്. ഏകദേശം ഒരു 5 അടി പുറത്ത് നീളവും ഒരു 15 കിലോയ്ക്ക് മേളിൽ എന്തായാലും തൂക്കമുണ്ടായിരുന്നു. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല, സേഫായിട്ട് റെസ്ക്യൂ ചെയ്തിട്ടുണ്ട്. വലിയ കിലോ ഉള്ളൊരു പാമ്പാണ്, രസമുണ്ട് കാണാൻ. ചന്തമുക്ക് വാർഡിൽ ശീലാഭവനിൽ ജോൺകുട്ടിയുടെ വീടിൻ്റെ സമീപമുള്ള പുരയിടം റബ്ബർ വെട്ടി മാറ്റിയ ശേഷം വലിയ കാടായിട്ട് കിടക്കുകയായിരുന്നു. ഇന്ന് JCB വന്ന് ഇതിൻ്റെ ബാക്കി വർക്കുകൾ ചെയ്തുകൊണ്ടിരിക്കുന്നതിനിടയിൽ അവിടെ പാറ കെട്ടിയിരിക്കുന്ന മതിലിൻ്റെ അരികിൽ ഏകദേശം 5 അടിയോളം നീളമുള്ള 15 കിലോ ഭാരമുള്ള ഒരു പെരുമ്പാമ്പിനെയാണ് കണ്ടത്. പക്ഷേ ജനങ്ങളെല്ലാം വന്ന് ഇവിടുത്തെ ചുറ്റുമുള്ള ആളുകളെല്ലാം വന്നപ്പോൾ വളരെ ഭയപ്പെട്ടു. അവസാനം ഇതിനെ പിടിക്കുന്നതിന് ആളിനെ അന്വേഷിച്ചപ്പോൾ കൊല്ലത്ത് നിന്ന് ഫോറസ്റ്റിനെ അറിയിക്കുകയും കൊല്ലത്ത് നിന്ന് ആളിനെ വിടുകയും ചെയ്യുകയുണ്ടായി. അങ്ങനെ ആ പാറക്കെട്ടിൽ ഉള്ളിൽപ്പെട്ട പാമ്പിനെ ഏകദേശം 2 മണിക്കൂറോളം സമയമെടുത്താണ് കീഴ്പ്പെടുത്തി ചാക്കിലാക്കി അവർ കൊണ്ടുപോകുന്നത്. ഇത് എന്തായാലും വളരെ നല്ല കാര്യമാണ്. കാരണം ഇതുപോലെ പല മലമ്പാമ്പുകൾ ഇവിടെയൊക്കെ കാണാൻ സാധ്യതയുണ്ടെന്നാണ് പറയുന്നത്. അതുകൊണ്ട് ജനങ്ങളെല്ലാം ഒരു സൂക്ഷിക്കുന്നതും വൈകിട്ട് ഇതൊക്കെ നോക്കുന്നതും നല്ലതാണ്. പാമ്പുകളൊന്നും ഇല്ലാതെ നമ്മൾ നോക്കുന്നത് ഏറ്റവും നല്ല കാര്യമാണ്. ഇത് മാത്രം അറിയിക്കുകയാണ്. ഇപ്പോൾ ഇവിടുന്ന് പിടികൂടിയ പെരുമ്പാമ്പിനെ നമ്മൾ കൊല്ലത്ത് വനം വകുപ്പിന് ഹാൻഡ് ഓവർ ചെയ്യും. ഒരു 15 കിലോയ്ക്ക് മേളിൽ എന്തായാലും തൂക്കം ഉണ്ടായിരുന്നു, 5 അടി പുറത്ത് നീളം ഉണ്ടായിരുന്നു. ഇല്ല, പാമ്പിനും മറ്റാർക്കും കുഴപ്പങ്ങളൊന്നും ഇല്ലായിരുന്നു. വന്നപ്പോൾ ഒരു പെരുമ്പാമ്പിൻ്റെ ഇത് കേട്ട് ഞങ്ങളെല്ലാവരും ഓടിപ്പോന്നായിരുന്നു. നോക്കുമ്പോൾ അതിൻ്റെ ബാക്ക് മാത്രമേ കണ്ടുള്ളൂ. പിന്നെ ഞങ്ങൾ കുറേ കഴിഞ്ഞ് വന്നപ്പോൾ ഞങ്ങൾ ആൾക്കാർ വരുന്നതും കേട്ടു. ഞങ്ങൾ ഓടി വന്ന് കാഴ്ച കണ്ടു. വലിയ കിലോ ഉള്ളൊരു പാമ്പാണ്, രസമുണ്ട് കാണാൻ. പിന്നെ ഞങ്ങൾ ഇതുവഴിയാണ് ട്യൂഷന് പോകാൻ വരികയൊക്കെ ചെയ്യുന്നത്. ഒരുപാട് കുട്ടികൾ അതുവഴി ഇതൊക്കെ പോകുമ്പം അപകടങ്ങളില്ലാതെ ഞങ്ങൾ സന്ധ്യ ആകുമ്പോഴാണ് വരുന്നത്. ഇനി എല്ലാവരും സൂക്ഷിക്കണമെന്ന് പറയുന്നു. അയ്യോ അപ്പുറത്തെ മോള് വീഡിയോ എടുക്കുന്നുണ്ട്. വടംവലി വടംവലി അപ്പൊ മാറിക്കോ. ലൊട്ട സാലം കളിക്കുന്നുണ്ട്. നമ്മള് ലാസ്റ്റ് ഞാൻ തൊട്ടോട്ടെ. ഹലോ എല്ലാരും കണ്ടല്ലോ.